തിരുവനന്തപുരം വലിയതുറ കടപ്പുറത്ത് അജ്ഞാത വസ്തു തീരത്തടിഞ്ഞു. കണ്ടെയ്നറിലുണ്ടായിരുന്ന വസ്തുവാണോ എന്ന് സംശയിക്കുന്നു. ഇന്ന് വിദഗ്ധ സംഘം എത്തി കൂടുതൽ പരിശോധന നടത്തും. വിശദാംശങ്ങളുമായി AK സ്റ്റെഫിൻ നമുക്കൊപ്പം ചേരുകയാണ്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ഈ അജ്ഞാത വസ്തു സാധാരണ കണ്ടെയ്നറിൽ നിന്ന് ഇതുപോലെ പല തീരങ്ങളിലായി പലതും അടിയുന്നുണ്ട്. പ്ലാസ്റ്റിക് തരികളടക്കമുള്ളവ, തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ടവ, അങ്ങനെ നിരവധി. ഇതിൽ ഇന്ന് എപ്പോഴാണ് വിദഗ്ധ സംഘം എത്തി പരിശോധന നടത്തുക? ഏതായാലും രാവിലെയോടുകൂടി തന്നെ ആ പരിശോധനകൾ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വലിയതുറയിലാണ്. ഇതാണ് ഇന്നലെ രാത്രിയിൽ ഈ തീരത്ത് അടിഞ്ഞ സാധനം. ഇതാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കമ്പിളിപ്പുതപ്പ് നിർമ്മിക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കൾ നിർമ്മിക്കുന്നതിനോ ഉള്ള അസംസ്കൃത വസ്തു എന്നുള്ളതാണ്. വലിയ ഭാരമുള്ള വസ്തുവായിട്ട് ഈ വെള്ളമെല്ലാം കയറി അങ്ങനെ കിടക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഇതിന്റെ താഴെ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് ഗ്രാനുൾസ്, നേരത്തെ പല തീരങ്ങളിലും അടിഞ്ഞ തരത്തിലുള്ള സാധനങ്ങളും ഇതിന്റെ ഒപ്പമുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത് അടിഞ്ഞത്. ഇതിനൊപ്പം തന്നെ കണ്ടെയ്നറിന്റെ ഒരു ഭാഗം, തകർന്ന ഭാഗം ഈ വലിയതുറ തീരത്ത് അടിഞ്ഞിട്ടുണ്ട്. അതും ഇങ്ങനെ മത്സ്യത്തൊഴിലാളികൾ കരയ്ക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തകർന്ന ഒരു നിലയിലാണുള്ളത്. കയറ് കെട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഈ തീരത്ത് വെച്ചിരിക്കുകയാണ്. ഇന്നലെ ഈ കാണുന്ന തീരം പ്രത്യേകിച്ച് ഒരു അപകടകരമായ ഒരു തീരമാണ്. കല്ലും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്. വലിയ തിര അടിക്കുന്ന തീരമാണ്. അവിടെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന നിലയിലായിരുന്നു ഈ രണ്ടു വസ്തുക്കൾ ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ മത്സ്യത്തൊഴിലാളികൾ അത് കണ്ടു, കരയ്ക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ എന്താണ് ഈ സാധനം എന്നുള്ളത് തിരിച്ചറിയുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വാങ്ങിപ്പോയതിനു ശേഷമാണ് ഇപ്പോൾ ഇതൊരു പഞ്ഞിക്കെട്ട് പോലത്തെ ഒരു സാധനമാണ് എന്നുള്ളത് തിരിച്ചറിയുന്നത്. ഏതായാലും കൂടുതൽ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട്. ഇത് ഇന്നലെ എപ്പോഴായിരുന്നു ഇത് അടിഞ്ഞത്? ആരാ കയറ്റിയേ? മത്സ്യത്തൊഴിലാളിനെ കയറ്റിയത്. ഇവിടെ കിടന്ന് ബുദ്ധിമുട്ട് കിടന്നു ആൾക്കാർ കയറ്റിയിട്ടു. ഇത് ഒരുപാട് സ്ഥലത്തൊക്കെ ഒരുപാട് സാധനങ്ങൾ കയറുന്നുണ്ട്. ആൾക്കാർ എടുത്തിട്ട് പോകണം. അതിനെപ്പറ്റി ഒന്നുമില്ല. ഇത് കയറ്റിയിട്ടതിനാണ് ഇവിടെ ഭയങ്കര പ്രശ്നം നടക്കുന്നത്. ഒരു പ്രശ്നമില്ല. ഇതിന് എന്തായാലും പരിശോധനകളാണ് നടത്തുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാവുന്നത് ഇതെന്താ ഒരു പഞ്ഞിക്കെട്ട് പോലെ എന്താ ആണെന്നല്ലേ? അതെ, അത് കിടന്നുകൊണ്ടാണ് ആൾക്കാർ മേളിൽ വലിച്ച് കയറ്റിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് പണിക്കും പോകാൻ പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ. മൂത്തി, അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ വരുമ്പോഴും അവർ നമ്മോടത്ത് വളരെയധികം ക്ഷുഭിതരായി കുറെ കാര്യങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ചും പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഇപ്പോൾ സമൂഹത്തിനിടയിലുണ്ട്. മീൻ വാങ്ങരുതെന്ന് തുടങ്ങി പലതരത്തിലുള്ള പ്രചാരണം. അതിനൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള അടിസ്ഥാനമില്ല എന്നുള്ള കാര്യം മന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചില ആശങ്കകളും അവർ ഇതിനോടൊപ്പം പങ്കുവെക്കുന്നു. വേറെന്തെങ്കിലും സാധനങ്ങൾ ഈ സമീപ തീരത്തെങ്ങാനും അടിച്ചിട്ടുണ്ടോ? ചെറിയ ഉറപ്പായ ഒരു ബോഡി അടിച്ചു കയറിയിട്ടുണ്ട്. അത് ഇതൊന്നും നഷ്ടപ്പെട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ചെറിയൊരു പള്ളിക്ക് നേരെ അതുണ്ട്. അത് അവിടെ തൊട്ടടുത്തൊരു മൃതദേഹം അടിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ആരുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരു പുരുഷന്റെ മൃതദേഹം ചെറിയതുറ തീരത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും വിശദമായ പരിശോധനകൾ അതുമായി ഈ കണ്ടെയ്നറുകൾ കടലിലേക്ക് മറിഞ്ഞ സമയത്ത് ഇത് അതീവ ഗുരുതരമാണ്, ഭയാനകമാണ്, ഒരാളും അതിന്റെ അടുത്തേക്ക് പോകരുത്, മാരകമായ രാസവസ്തുക്കളാണെന്ന് സംശയിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. പെട്ടെന്ന് മന്ത്രി ഇന്നലെ പറയുന്നു മത്സ്യം വാങ്ങുന്നതിന് പ്രശ്നമില്ല എന്ന് പറയുന്നു. അപ്പൊ ഇത് രണ്ടും തമ്മിൽ നമുക്ക് ഒരു ആശയക്കുഴപ്പം നിലവിലുണ്ട്. ഏതായാലും ഇതുവരെ നമ്മുടെ തീരങ്ങളിൽ കണ്ടെത്തിയ സാധനങ്ങളൊന്നും അപകടകരമായ വസ്തുക്കൾ ഈ തിരുവനന്തപുരത്തിന്റെ തീരങ്ങളിൽ പ്രത്യേകിച്ചും ഇല്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പ്ലാസ്റ്റിക്കിന്റെ ഗ്രാനുൾസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും വലിയ അപകടകരമായ സാധനങ്ങളല്ല എന്നുള്ളതാണ് വിദഗ്ധരടക്കം പറയുന്നത്. അതോടൊപ്പം ഇപ്പോൾ ഈ അടിഞ്ഞിരിക്കുന്ന പഞ്ഞിക്കെട്ടായാലും മറ്റ് കണ്ടെയ്നറിന്റെ മറ്റ് വസ്തുക്കളായാലും തന്നെ മറ്റ് പ്രശ്നങ്ങളില്ല. കുറെ തീരത്ത് കശുവണ്ടിയുടെ ചാക്കുകൾ അടിഞ്ഞിരുന്നു, കശുവണ്ടി പരിപ്പുകൾ അടിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആശങ്കയ്ക്ക് വകയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ ഏതായാലും മനസ്സിലാക്കേണ്ടത്. ഈ പലയിടത്തും മത്സ്യത്തൊഴിലാളികളാണ് ഈ സാധനങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് കാണുമ്പോൾ തീരത്തേക്ക് അത് എത്തിക്കുന്നതെല്ലാം മത്സ്യത്തൊഴിലാളികളാണ്. പലപ്പോഴും നമ്മൾ ഇന്നലെയൊക്കെ പല സ്ഥലങ്ങളിൽ, തുമ്പ അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോഴും അവിടെ പോലീസൊക്കെ എത്തുന്നു. കൃത്യമായ നിർദ്ദേശമൊക്കെ നൽകുന്നുണ്ടെങ്കിൽ പോലും പല ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന സ്ഥിതിയും ഉണ്ടാകുന്നു.